കഴിഞ്ഞ ദിവസം മാർക്ക് കണ്ടപ്പോഴാണ് ഈ ടൂളിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റിയ ബെസ്റ്റ് ടൈം ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ മൂവിയുടെ എക്സാക്റ്റ് മൂഡ് എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ഓരോ വ്യക്തിയും അവരവരുടെ മേഖലയിൽ മികച്ചവരായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളുടെ കളർ ഗ്രേഡിംഗ് ടൂൾസും. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടൂളായ കളർ വീൽസ് ആൻഡ് മാച്ച് നമുക്കത് നോക്കിയാലോ. കളർ ഗ്രേഡിംഗ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൂളാണ് കളർ വീൽ ആൻഡ് മാച്ച്. നമുക്ക് കളേഴ്സിനെ മാച്ച് ചെയ്യാനും ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലുക്ക് കൊടുക്കാനും ഈ ടൂൾ കൊണ്ട് പറ്റും. നമുക്ക് ആദ്യം ഈ ടൂളിൻ്റെ ബേസിക് എന്താണെന്ന് നോക്കാം. അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളതെന്ന് നോക്കിയാൽ അതിനകത്ത് കളർ മാച്ച്, അതിൻ്റെ നേരെ കമ്പാരിസൺ വ്യൂ ഉണ്ട്, ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്, അപ്ലൈ മാച്ച് ഉണ്ട്. നമുക്കതിലോട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് പോകാം. നിങ്ങൾ പൊതുവേ കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് ഹൈലൈറ്റ്സ്, മിഡ് ടോൺ, ഷാഡോസ്. ഹൈലൈറ്റും ഷാഡോയും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, ഓൾറെഡി പരിചിതമായിരിക്കും. പക്ഷേ മിഡ് ടോൺസ് എന്ന സംഭവം നമ്മൾ കേട്ടിട്ടുള്ളൂ, നമ്മളൊരു ടൂളായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പ്രീമിയർ പ്രോ നമുക്കതൊരു ഡെഡിക്കേറ്റഡ് ടൂളായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ബേസിക്കലി പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കി ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. മിഡ് ടോൺ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു കീ അതിന് കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കി ഷാഡോസിനുണ്ട്, ഹൈലൈറ്റ്സിനുണ്ട്, വൈറ്റ്സിനുണ്ട്, ബ്ലാക്സിനും ഉണ്ട്. പക്ഷെ മിഡ് എന്ന് പറയുന്നൊരു സംഭവം ഇതിൽ കൊടുത്തിട്ടേ ഇല്ല. അടുത്ത ടാബ് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ക്രിയേറ്റീവിലും പ്രത്യേകിച്ച് അവിടെ കൊടുത്തിട്ടില്ല. കേഴ്സിൽ വന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി മിഡ് ഏരിയ ഇവിടെയാണെന്നുള്ളത്. പക്ഷെ നമുക്കിത് എവിടെ എക്സാക്ട് ഇത് എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മളൊരു ഏകദേശ രൂപം വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കളർ വീലിലോട്ട് വരുമ്പോൾ അതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടൂളായിട്ട് തന്നെ അത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക്സ് ഒന്ന് നോക്കാം. സോ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പോലെ ഗ്രേ ചാർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി ഹൈലൈറ്റ്സ് ഉണ്ട്, മിഡ് ടോൺ ഉണ്ട്, ബ്ലാക്സ് ഉണ്ട്, ഷാഡോസ് ഒക്കെ എല്ലാം ഉണ്ട്. ഞാൻ ഹൈലൈറ്റ്സിലോട്ട് ചെറുതായിട്ടൊന്ന് വാം കയറ്റാണ്. നോക്കി കണ്ടോ, വാം കയറി കണ്ടോ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് മിഡിലോട്ടും ഷെയ്ഡിൻ്റെ അടുത്തോട്ടൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മിഡും. നിങ്ങൾ നോക്കി കണ്ടോ, വാം കയറ്റുമ്പോൾ ഷെയ്ഡ്സിലും ഹൈലൈറ്റ്സിൻ്റെ അടുത്തും കണ്ടോ സ്പ്രെഡ് ആവുന്നുണ്ട്. ഞാൻ ബ്ലൂ കയറ്റിയാലും അങ്ങനെ തന്നെയാണ് വർക്ക് ആവുന്നത്. ഇനി ഷാഡോസിൻ്റെ കേസിൽ നോക്കി ഞാൻ ബ്ലൂയിലേക്ക് ഷിഫ്റ്റ് ആക്കുന്നവർ കണ്ടോ ഇൻറ്റൻസിറ്റി കൂടി കയറി വരും. കണ്ടോ ബ്ലാക്സിലും എല്ലാം. അതായത് പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളൊരു കളർ വേരിയൻറ്റിലോട്ടും ഷിഫ്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് ഒരു നോർമൽ ഇമേജിലും ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കി ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മിഡ് വന്നു, ഷാഡോസ് വരുന്നു, അല്ലെങ്കിൽ റിവേഴ്സ് ആയാലും നമുക്ക് നോക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥിരം എല്ലാവരും ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് ഞാൻ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അതായത് ഇമേജസിൽ ഇവിടെ വൈറ്റ്സിൽ കളേഴ്സ് ഉണ്ടാവും, അല്ലേ, ഷെയ്ഡ്സ് ഉണ്ടാവും, ഹൈലൈറ്റ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ പുള്ളത് ഇത് 0 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു വീല് കാണാം, ഒരു കളർ വീല് കാണാം, അതല്ലേ. അതേപോലെ തന്നെ മിഡിലും കാണാം, ഷാഡോയിലും കാണാം. സോ എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കളേഴ്സിനെ ഈ ഭാഗങ്ങൾ, അതായത് ഹൈലൈറ്റ്, മിഡ് ടോൺ, ഷാഡോ എന്ന് പറയുന്ന ഭാഗങ്ങളിലോട്ട് ഈ കളേഴ്സിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം. ഇപ്പം എനിക്കിത് കുറച്ചുകൂടി വാമാണ് വേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? വാം കളർ എവിടെയുള്ള നമുക്ക്, അതായത് റെഡിൻ്റെ ഈ എൻഡ് മുതൽ ഗ്രീനിൻ്റെ ഈ എൻഡ് വരെയാണ് യെല്ലോ, വാം, ഓറഞ്ച് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ട് ഹൈലൈറ്റ്സ് ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കിയോ, അപ്പോൾ അതൊക്കെ ഷിഫ്റ്റ് ചെയ്യാണ്. നിങ്ങൾ നോക്കി, ഞാൻ കുറച്ച് കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അതായത് ഹൈലൈറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തേക്കും അത് സ്പ്രെഡ് ആവും. ഓക്കെ, ഞാനത് ബ്ലൂവിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. കണ്ടോ, ഹൈലൈറ്റഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തോട്ടും ഷിഫ്റ്റ് ആയി. ഞാനിപ്പോൾ എന്തെന്തോ ബ്ലൂവിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ ഇടയിൽ മിഡ് എന്നുള്ള സംഭവങ്ങളുണ്ട്. അതും അതേപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. 0 സ്റ്റാർട്ട് ചെയ്ത് ഓരോ കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി എക്സ്ട്രീം 100 എത്തുന്നവരെ നമുക്ക് പുഷ് ചെയ്യാം. എന്നാൽ ഞാൻ മിഡ് കുറച്ച് വാമിലോട്ട് പുഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കണ്ടോ, പൂക്കളുടെ ഭാഗങ്ങളൊക്കെ കുറച്ച് വാമായിട്ട് വന്നു. അപ്പോൾ ഇതും തമ്മിൽ കോമൺ സെറ്റായി. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ബ്ലൂ കയറി കിടക്കുമായിരുന്നു. അത് ഹൈലൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ഹൈലൈറ്റിൻ്റെ അംശം എവിടെയൊക്കെ ഉണ്ടോ അവിടോട്ടൊക്കെ ഇത് സ്പ്രെഡ് ആവും. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു? മിഡ് വെച്ച് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്താൽ ഹൈലൈറ്റ്സിൽ ആക്യുറേറ്റ് ആയിട്ട് നിൽപ്പുണ്ടാവും. ഇനി ഷാഡോസ് നമുക്ക് എന്ത് ചെയ്യാം? ഷാഡോസിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു മജന്റ ബ്ലൂ കയറ്റാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കാം. കണ്ടോ, ഷാഡോസിലോട്ട് ഷിഫ്റ്റായി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമുക്ക് ഒരു ടോൺ ചെയ്യാൻ ഉപയോഗിക്കാം, ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കാം, ഒരു കളർ ബൂസ്റ്റ് കൊണ്ടുവരാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പലതരം മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതിൻ്റെ സൈഡ് ഒരു ബാർ കണ്ടോ, നിങ്ങൾ നോക്കി, ഒരു അപ്പ് ആൻഡ് ഡൗൺ ബാർ കണ്ടോ. അത് സിമ്പിളാണ്. നമ്മൾ ഈ കളർ കറക്ഷനിൽ കണ്ട പോലെ തന്നെ ഹൈലൈറ്റ് കട്ട് ചെയ്യുന്നു, കൂട്ടുന്നു, കുറക്കുന്നു. ഈ സെയിം സംഭവമാണ് നമുക്ക് എവിടെ കൊടുത്തേക്കുന്നത്? ഇതിൻ്റെ കൂടെ, ഹൈലൈറ്റിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കി, ഞാൻ ഹൈലൈറ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഹൈലൈറ്റ് ഡൗൺ ആയി, കണ്ടോ, അപ്പായി. ഈ സൈഡ് ബാർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, കണ്ടോ, ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ മുകളിൽ അങ്ങനെയല്ല. മുകളിൽ നിങ്ങൾ നോക്കി, ഹൈലൈറ്റ്സ് പിടിച്ച് കട്ട് ചെയ്താൽ കണ്ടോ ഭയങ്കര ഡെഡ്ലി ആയിട്ടാണ് വർക്ക് ആവുന്നത്. അത് ഭയങ്കര ഇൻറ്റൻസീവായിട്ടാണ് ഹൈലൈറ്റ് വർക്ക് ആവുന്നത്. ബട്ട് നമുക്കത് വേണ്ട. അതായത് നമ്മളിവിടെ കറക്ഷൻസ് എല്ലാം കഴിഞ്ഞല്ലോ. പിന്നെ വേണ്ടത് നമുക്ക് വളരെ ലൈറ്റായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കത് അതേപോലെ കണ്ടോ, ബ്ലോൺ ആവുന്നു, വളരെ സോഫ്റ്റ് ആയിട്ട് കട്ട് ആവുന്നു, കണ്ടോ, വളരെ മൃദുവായിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയായിരിക്കും മിഡ് ടോണിലും. കണ്ടോ, മിഡ് ടോൺ ഡാർക്ക് ആകുന്നു, അപ്പാകുന്നു,
കണ്ടോ? അതുപോലെ തന്നെയാണ് ഷാഡോ. നമ്മൾ ഷാഡോ ഡൗൺ ചെയ്യുന്നു, അപ്പ് ചെയ്യുന്നു, കണ്ടോ? ഇതൊന്നും ഇല്ലെന്ന് വിചാരിക്കുക, ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മൾ റീസെറ്റ് ചെയ്തേക്കാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, തെറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഷാഡോ ഡൗൺ ചെയ്യുന്നു, കണ്ടോ? മിഡ് ബാലൻസ് ചെയ്യുന്നു, ഹൈലൈറ്റ് ഡൗൺ ചെയ്യുന്നു, കണ്ടോ? ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഇതിൽ അക്യുറസി ഉണ്ടാവില്ല. ബട്ട് മേളിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അക്യുറസി കിട്ടും. ബട്ട് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ചെയ്യാം, തെറ്റൊന്നുമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇതെന്ത് ധാരാളമാണ്. അടുത്താണ് കളർ മാച്ച്. അതായത് വളരെ പെട്ടെന്ന് റിസൾട്ട് കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല. സോ നമുക്കൊരു കൺഫ്യൂഷനിൽ നിൽക്കുവാണെന്ന് വിചാരിക്കാം. നമുക്കൊരു ഫുട്ടേജിനെ അനലൈസ് ചെയ്തിട്ട് ഇത് ഏത് ടോണിലോട്ട് കൊണ്ടുവരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും ഒരു മൂഡിലോട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഈ ഇമേജ് എടുത്ത് വെച്ച് അനലൈസ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഈ ഫുട്ടേജ് ഒന്ന് നോക്കി. ഇത് മൂന്നാറുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, കണ്ടോ? ഒരു മലയോര പ്രദേശമാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസിലുള്ള അല്ലെങ്കിൽ ഫുട്ടേജിലുള്ള ലുക്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രണ്ടായിട്ട് നിൽക്കും. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളൊരു അടിപൊളി ഒരു സിനിമാറ്റിക് ഫുട്ടേജ് കണ്ടു, നിങ്ങൾക്ക് അതുപോലെ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഫുട്ടേജ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റെഫറൻസ് ഫയൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്തിടുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഞാൻ മാർക്കോ കണ്ടിട്ട് വന്നുള്ളൂ. സോ അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ട് ഈ ഷോട്ടിൽ. സോ അതിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അതൊരു കാട് പോലുള്ളൊരു സ്പേസിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതും ഒരു ഫോറസ്റ്റ് ലുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്യാം. അതിൻ്റെ മേളിൽ എന്ത് ചെയ്യുക? പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളർ വീൽ എടുക്കുക, കമ്പാരിസൺ വ്യൂ കൊടുക്കുക. കണ്ടോ? ഇവിടെ ഓൾറെഡി റെഫറൻസ് വന്നിട്ടുണ്ട്. കണ്ടോ? ഈ ഷോട്ട് അല്ലാതെ എന്തെങ്കിലും അടുത്ത് കിടപ്പുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. അപ്പോൾ ഇതൊരു മാർക്കോലൊരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഒരു ഷോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്കിലോട്ട് എക്സാക്റ്റ് ഇങ്ങനെ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. നമ്മുടെ ഫുട്ടേജിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും കോൺട്രാസ്റ്റും എല്ലാം വ്യത്യാസമുണ്ട്. സോ എക്സാക്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടില്ല. നമുക്ക് ഈ ഒരു പാലറ്റ്, ഈ കളർ ടോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, കണ്ടല്ലോ? തൊട്ടടുത്താണ് ഗ്രാബ് ഉള്ളത്. അപ്പോൾ ഗ്രാബ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നോക്കി ഇവിടെ കിടപ്പുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു നിങ്ങളൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അടുത്ത് ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാത്ത, അല്ലെങ്കിൽ പ്രീവിയസ് എന്താണ് കിടക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണിക്കും. നിങ്ങൾ നോക്കിയോ, കണ്ടോ? തൊട്ടടുത്ത് ഈ ക്ലിപ്പ് തന്നെ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ക്ലിപ്പ് ഗ്രാബ് ചെയ്ത് വെക്കുന്നു. സോ ഞാൻ റെഫറൻസ് ക്ലിപ്പിലോട്ട് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പതുക്കെ സ്ലൈഡ് ചെയ്ത ഷോട്ട് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കളർ വീലിലോട്ട് വരാം. നിങ്ങളോട് നോക്കി ഫേസ് ഡിറ്റക്ഷൻ എന്നൊരു സംഭവം കണ്ടോ? അത് ഓണായി കിടപ്പുണ്ട്. അതായത് നമ്മുടെ ഗ്രാബ് ഇമേജിൽ ഒരു ഹ്യൂമൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ, അതിനൊരു ഫേസ് കാണുന്ന രീതിയിലാണ് അയാൾ പോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാളുടെ സ്കിൻ ടോൺ എല്ലാം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിലോട്ട് എന്ത് ചെയ്യുക? ഔട്ട് കൊടുക്കുക. ഹ്യൂമൻ എലമെൻ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മത് ഓഫ് ചെയ്യാം. ബട്ട് നമ്മുടെ ഇമേജിൽ ഹ്യൂമൻ എലമെൻ്റ് ഒന്നും ഇല്ല. സോ നമുക്കിത് നോർമലി യൂസ് ചെയ്തേ പറ്റുള്ളൂ. സോ അതൊരു ഫേസ് ഡിറ്റക്ഷൻ കിടക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള ഓപ്ഷൻ കണ്ടോ? അപ്ലൈ മാച്ച്. ജസ്റ്റ് നേരെ വരാം, അപ്ലൈ മാച്ച് കൊടുക്കുക. കണ്ടോ? ചെറിയൊരു ടൈം എടുത്തിട്ട് ആ ലുക്ക് ഇങ്ങോട്ട് കൊണ്ട് തന്നു. ഈ 3 വീലും വെച്ചിട്ടുള്ള ഈ കളേഴ്സ് ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തന്നു. നിങ്ങൾ മിഡ് എല്ലാം നോക്കി, മിഡൊക്കെ ഏകദേശം സെയിം ആണ്. കണ്ടില്ലേ? ഈ ഗ്രീൻസ് ഒന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയല്ല വർക്ക് ആവുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത ടൂൾസ് എല്ലാം വെച്ചിട്ട് ഇത് ബാലൻസ് ചെയ്ത് ഇതിലോട്ട് ആക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, കണ്ടോ? ഇതിപ്പോൾ ഇത് മാച്ച് ആയില്ലേ? നിങ്ങൾ നോക്കി, കണ്ടോ? ഇതിപ്പോൾ ഏകദേശം സിമിലറായി. എക്സാക്റ്റ് ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഈ ഏകദേശം ഒരു 90% ലുക്കേ പിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കി, കണ്ടോ? ഇതിപ്പോൾ കണ്ട ഏകദേശം ഈ മൂവിയിലെ ഷോട്ടാണെന്ന് നമുക്ക് തോന്നും. കാരണം കണ്ടില്ലേ? ആ ഗ്രീൻസും ആ ലുക്കിലോട്ട് നമുക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ബട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ കണ്ട് അറിയാതെ ഇതിലല്ല എന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ഒരാൾ ജസ്റ്റ് ഒരു വൺസ് ഒന്ന് വെട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് അതിലെന്ന് ഞാൻ തോന്നും. സോ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. സോ ഇത് ഞാനെങ്ങനെ മാച്ച് ചെയ്താന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കളർ ഗ്രേഡിങ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും കളർ വീൽ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നമ്മുടെ വീഡിയോസ് വർത്താന്ന് തോന്നുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.